ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ആഗോള സഭ സിറോ മലബാർ സഭയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണ്. കാരണം 50 വർഷത്തോളം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തിന് ഇനിയും ഒരു സമ്പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതായത് പുരോഹിതൻ പരിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണമോ, അതോ സ്വർഗത്തിലേക്ക്, സക്രാരിയിലേക്ക്, കുരിശിലേക്ക്, കിഴക്കിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കണമോ എന്ന വിഷയം. ഇതിൻ്റെ ചരിത്രപരമായ വശവും പരിശുദ്ധ കുർബാന എന്താണെന്നുള്ള ചോദ്യവും പുരോഹിതൻ്റെ സ്ഥാനവും സഭയുടെ ദൈവശാസ്ത്രവും എല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ 1969 ശേഷമാണ് ലത്തീൻ സഭയിൽ എക്യുമെനിസത്തിൻ്റെ പേരിൽ പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. നമ്മളും അതിനെ അനുകരിച്ചു. അപ്പോൾ ലത്തീൻ സഭ എക്യുമെനിസത്തിൻ്റെ പേരിൽ ഇത് തുടങ്ങിയപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലേക്ക് മാത്രമേ നോക്കിയുള്ളൂ. കാരണം പാശ്ചാത്യ സഭയിലെ പ്രൊട്ടസ്റ്റൻ്റുകാരാണ് കൂടുതൽ. യൂറോപ്പിലെ ലത്തീൻ സഭയാണ് പ്രമുഖമായിട്ടുള്ളത്. പക്ഷേ യൂറോപ്പിനപ്പുറം പൗരസ്ത്യ സഭകളിലെ ഓർത്തഡോക്സ് സഭകളുണ്ട്. ഇനിയും റോമുമായിട്ട് ഐക്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എക്യുമെനിസത്തിൻ്റെ പേരിൽ പ്രൊട്ടസ്റ്റൻ്റ് സമൂഹത്തിലേക്ക് മാത്രം നോക്കാതെ ഓർത്തഡോക്സ് സഭയിലേക്ക് കൂടി നോക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമ്പൂർണ്ണമായും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞുള്ള ബലിയർപ്പണം തുടരുകയില്ലായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ ആരാണ് പുരോഹിതൻ? പുരോഹിതൻ ഒരേ സമയം ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്ന മറ്റെല്ലാ വ്യക്തികളെപ്പോലെ ഒരു സാധാരണ മനുഷ്യ വ്യക്തിയാണ്. അതേസമയം ദൈവത്തിലേക്ക് നോക്കി ദൈവജനത്തിന് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രതിനിധി ആയിക്കൊണ്ട് ദൈവജനത്തോട് സംസാരിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. അപ്പോൾ പുരോഹിതൻ്റെ ഈ 3 വ്യക്തിത്വങ്ങളും പരിശുദ്ധ കുർബാനയിലെ പ്രതീകാത്മകമായിട്ട് വരേണ്ടതുണ്ട്. അതായത് ഒരേ സമയം മറ്റേത് വ്യക്തിയെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യ വ്യക്തി. ഒരിക്കലും അദ്ദേഹം ദൈവമാകുന്നില്ല. അതേസമയം ഈശോയുടെ പ്രതിനിധിയാണ്, സഭയുടെ പ്രതിനിധിയാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കും അവിടെ സന്തുലിത നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ജനങ്ങൾക്ക് ആശീർവാദം കൊടുക്കുമ്പോൾ തീർച്ചയായും പുരോഹിതൻ ജനങ്ങളിലേക്ക് നോക്കണം. മറ്റു സമയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. പരിശുദ്ധ കുർബാന ആരാധനയല്ലേ? ഇത് വിരുന്നാണ് എന്ന് പറയുമ്പോഴും ഇത് ബലിയാണെന്ന് പറയുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട വലിയ സത്യങ്ങളുണ്ട്. ബലി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ബലി. ഈശോ സഭയെ പരമേൽപ്പിച്ചു. ഇനി സഭ, ഈശോയുടെ തുടർച്ചയായ സഭ എന്തു ചെയ്യുന്നു? ആ ദാനമായിട്ട് നൽകപ്പെട്ട ബലി ഇതാ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഇന്ന് ആ ബലി മാത്രമല്ല, ഈശോയുടെ ജനന, ജീവിത, പീഡാനുഭവം, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങൾ ഇതാ ആരാധനയായിട്ട് സമർപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധ കുർബാന ആരാധനയാണ്. ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അർഹമായത് നൽകുക. ദൈവത്തിൻ്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തിന് കൊടുക്കാനായിട്ട് സ്വന്തമായിട്ട് നമുക്ക് എന്തുണ്ട്? നമുക്കൊന്നുമില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ തൻ്റെ രക്ഷാകര പ്രവൃത്തികളെ, ജനന, ജീവിത, പീഡാനുഭവം, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങളെ നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ഈ അവർണ്ണനീയമായ ദാനമാണ് ഇവിടെ ആരാധനയായി അർപ്പിക്കപ്പെടുന്നത്. അത് സ്വർഗീയ ആരാധനയും കൂടിയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പുരോഹിതൻ ആരാധിക്കണം. ദൈവജനം മുഴുവനും സ്വർഗത്തിലേക്ക് നോക്കണം. മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അവിടെ വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്. അത് ചുമരിലേക്ക് നോക്കലല്ല, സ്വർഗത്തിലേക്ക് നോക്കലാണത്. മധുബഹായിലെ വിശുദ്ധരെയും മാലാഖമാരെയും ഒക്കെ കാണുമ്പോൾ അത് വെറും ചുമരാണെന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. അതുപോലെ സഭ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ്. അതുകൊണ്ട് പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ഇതാ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെ, പ്രതീക്ഷയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാന. അവിടെ പുരോഹിതൻ ഇതാ ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നു. പിന്നെ സ്വർഗമൊന്നുമില്ല, അതൊക്കെ വെറും പറച്ചിലാണ് എന്ന് പറയുന്നവരെ സംബന്ധിച്ച് പറയുമ്പോഴോ അവിടെ സ്വർഗത്തെ ദർശിക്കാൻ സാധിക്കില്ല. ആ വിശ്വാസമാണ് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ളത്. ആ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് പരിശുദ്ധ കുർബാന എന്ന് നമ്മൾ മറക്കരുത്.
ചിലപ്പോൾ ചിലർ പറയും പരിശുദ്ധ കുർബാനയ്ക്ക് വിശ്വാസവുമായിട്ടൊന്നും വലിയ ബന്ധമില്ലല്ലോ എന്ന്. അല്ല, സഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങളുടെയും പ്രഖ്യാപനമാണിത്. അതിൽ സ്വർഗത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ കിഴക്കോട്ട് തിരിയുക, കിഴക്കോട്ട് നോക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിലുള്ള വിശ്വാസമാണത് ഏറ്റുപറയുന്നതും പ്രഖ്യാപിക്കുന്നതും. ഈശോ വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലേ, കിഴക്ക് നിന്ന് വരുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും ഈശോയുടെ രണ്ടാമത്തെ ആഗമനം. അതുകൊണ്ട് കിഴക്കിന് അഭിമുഖമായിട്ട് നിൽക്കുക എന്നുള്ളത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആ അടയാളത്തിലൂടെ വലിയൊരു വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വിശ്വാസം? ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ സഭ വിശ്വസിക്കുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ച് പറയുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ അതല്ല. പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ എല്ലാ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ആഗമനത്തിലുള്ള വിശ്വാസം അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഓർക്കണം, അവിടെ ആരാധനക്രമവും പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മുഴുവൻ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ്. അടയാളങ്ങളും പ്രതീകങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ സ്വർഗത്തിലേക്ക്, മധുബഹായിലേക്ക്, കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ അതിന് ചരിത്രത്തിൻ്റെതായ യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിന് വിശ്വാസത്തിൻ്റെതായ വശമുണ്ട്, അതിന് പരിശുദ്ധ കുർബാന എന്താകുന്നു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥമുണ്ട്, പുരോഹിതൻ ആരാകുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗോന്മുഖമായി പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ, ദൈവത്തിൻ്റെ ബലി സമർപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.